ഇന്ത്യയുടെ ഭീമാകാരമായ അന്തർവാഹിനി ചൈനയ്ക്ക് ഭീഷണി. ദേശീയ സുരക്ഷയ്ക്ക് SSBNന്റെ പ്രാധാന്യം എന്താണ്? സ്വേച്ഛാധിപത്യ മത ഗവൺമെൻറ്റുകൾ നയിക്കുന്ന വൻതോതിൽ ആണവായുധം കൈവശപ്പെടുത്തിയ രാജ്യങ്ങളാൽ ഇന്ത്യ ചുറ്റപ്പെട്ടിരിക്കുന്നു. വൻതോതിലുള്ള നശീകരണ ആയുധങ്ങൾ ഉൾപ്പെടെ വിവിധ തലങ്ങളിൽ ചൈനയും പാകിസ്ഥാനും വിപുലമായ സൈനിക സഹകരണം പുലർത്തുന്നു. ഇത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇത് ഇന്ത്യയെ വിശ്വസനീയമായ ഒരു ആണവ പ്രതിരോധത്തിലേക്ക് നിർബന്ധിതരാക്കുന്നു. അവിടെ ആണവ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളായ SSBNകൾ ഇന്ത്യക്ക് ശക്തമായ ആണവ പ്രതിരോധ ശേഷി നൽകുന്നു. കരയിൽ അധിഷ്ഠിതമായ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി SSBNകൾ ശത്രുക്കൾക്ക് കണ്ടെത്താൻ പ്രയാസമുള്ളതും ഏറ്റവും അതിജീവിക്കാവുന്നതുമായ പ്രതിരോധ പ്ലാറ്റ്ഫോമാണ്. SSBNകൾ ഇന്ത്യൻ നാവികസേനയെ തുടർച്ചയായി കടൽ പ്രതിരോധം അല്ലെങ്കിൽ CASD നിലപാട് നിലനിർത്താൻ പ്രാപ്തമാക്കും. CASD അഥവാ കണ്ടിന്യൂസ് അറ്റ് സീ ഡിറ്ററൻറ്റ് എന്നത് ഒരു സൈനിക തന്ത്രമാണ്. അതിൽ ഒരു രാജ്യം കുറഞ്ഞത് ഒരു ആണവായുധ അന്തർവാഹിനിയെങ്കിലും കടലിൽ തുടർച്ചയായി നിലനിർത്തുകയും വിശ്വസനീയമായ ഒരു രണ്ടാം പ്രഹരശേഷി ഉറപ്പാക്കുകയും ചെയ്യുന്നു. ആദ്യ പ്രഹരത്തിന് ശേഷവും തിരിച്ചടിക്കാനുള്ള രാജ്യത്തിൻ്റെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് എതിരാളികളെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഈ നിലപാട് കൊണ്ട് ലക്ഷ്യമിടുന്നത്. SSBNന്റെ തന്ത്രപരമായ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ 1983 ATV അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ പ്രോജക്റ്റ് എന്ന ഏറ്റവും രഹസ്യ പദ്ധതി ആരംഭിച്ചു. അതിൻ്റെ കീഴിൽ 90,000 കോടി രൂപ വിലമതിക്കുന്ന SSBNകൾ എന്ന് വിളിക്കപ്പെടുന്ന 5 ആണവ ബാലിസ്റ്റിക് മിസൈൽ ശേഷിയുള്ള അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ഇന്ത്യ പദ്ധതിയിട്ടിട്ടുണ്ട്. ഈ അന്തർവാഹിനികളിൽ ഓരോന്നിനും 4,000 കോടി രൂപയിൽ കൂടുതൽ ചിലവ് വരും. അരിഹന്ത്, കോഡുനാമം S2, അരിഘട്ട്, S3, S4, S5 എന്നിവയാണ് ഈ SSBNകൾ. SSBNകളുടെ നിർമ്മാണം, കമ്മീഷൻ ചെയ്യൽ, പരിശോധന, പദവി എന്നിവ നേരിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് SFE അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ന്യൂക്ലിയർ കമാൻഡ് SNCയുടെ കീഴിലാണ്. INS അരിഹന്ത് ഇന്ത്യയുടെ ആദ്യത്തെ SSBN. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ ശേഷിയുള്ള അന്തർവാഹിനിയാണ് INS അരിഹന്ത്. റഷ്യയുടെ അകുല 1 ക്ലാസ് അന്തർവാഹിനികളെ അടിസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ രൂപകൽപ്പന. 83 മെഗാവാട്ട് പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറിൽ പ്രവർത്തിക്കുന്ന ഈ അന്തർവാഹിനിക്ക് 6,000 ടൺ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഉപരിതലത്തിലെത്തുമ്പോൾ പരമാവധി 12-15 നോട്ട് വേഗതയും വെള്ളത്തിനടിയിലെത്തുമ്പോൾ 24 നോട്ട് വേഗതയും കൈവരിക്കാൻ ഇതിന് കഴിയും. ഇന്ത്യ K കുടുംബത്തിലെ SLBMകളുടെ ഒരു ശ്രേണി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ദീർഘദൂര മിസൈലുകൾ. അന്തർവാഹിനികൾക്ക് 4 ലോഞ്ച് ട്യൂബുകളുണ്ട്. അവിടെ 750 കിലോമീറ്റർ പരിധിയുള്ള 12 K-15 സാഗരിക മിസൈലുകൾ വരെ വഹിക്കാൻ കഴിയും. അല്ലെങ്കിൽ 3,500 കിലോമീറ്റർ പരിധിയുള്ള 4 K4 മിസൈലുകൾ. K-15 മിസൈലുകൾക്ക് പാകിസ്ഥാൻ്റെ മിക്ക ഭാഗങ്ങളിലും എത്താൻ കഴിയും. കൂടാതെ അതിൻ്റെ K4ന് മുഴുവൻ പാകിസ്ഥാനെയും ലക്ഷ്യമിടാൻ കഴിയും. ബംഗാൾ ഉൾക്കടലിൽ വിന്യസിച്ചാൽ K4ന് ബെയ്ജിങ്ങിനെ പോലും ലക്ഷ്യമിടാൻ കഴിയും. എന്നിരുന്നാലും K4 മിസൈൽ INS അരിഹന്തുമായി സംയോജിപ്പിച്ചിട്ടില്ല. മിതമായ ശേഷിയുള്ളതിനാൽ അരിഹന്ത് ഇന്ത്യസ് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റിയിൽ കാര്യമായ പങ്ക് വഹിക്കുന്നില്ല. INS അരിഘട്ട് അരിഹന്ത് ക്ലാസ്സിലെ രണ്ടാമത്തെ SSBN. മിസൈലുകളുടെ പരിധി വർദ്ധിപ്പിക്കുന്നതിനായി അടുത്ത അന്തർവാഹിനിയായ INS അരിഘട്ടിൽ 3,500 കിലോമീറ്റർ ദൂരപരിധിയുള്ള K-15, K4 മിസൈൽ വകഭേദങ്ങളുടെ ഒരു മിശ്രിതത്തെ തന്നെ വിന്യസിക്കാൻ ATV പ്ലാനർമാർ തീരുമാനിച്ചു. പരമ്പരാഗത ടോർപിഡോകൾക്കും മൈനുകൾക്കും പുറമെ 20 × K-15 അല്ലെങ്കിൽ 4 × K4 SLBM വഹിക്കാൻ ഈ അന്തർവാഹിനിക്ക് കഴിയും. അന്തർവാഹിനിയിലെ 4 വലിയ ലംബ വിക്ഷേപണ സംവിധാനം VLS ട്യൂബുകൾ ഈ K-15 സാഗരിക SLBMകളെ വഹിക്കുന്നു. ഇതിന് 111.6 മീറ്റർ നീളവും 11 മീറ്റർ ബീമും 9.5 മീറ്റർ ഡ്രാഫ്റ്റും 6,000 ടൺ ഡിസ്പ്ലേസ്മെൻറ്റുമുണ്ട്. വിശാഖപട്ടണത്തുള്ള ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൽ നിർമ്മിച്ച അരിഘട്ടിന് റഷ്യൻ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത 82.5 മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടർ ആണ് ഊർജം പകരുന്നത്.
അന്തർവാഹിനിക്ക് 24 കിലോമീറ്റർ പരമാവധി വേഗതയും 10 കിലോമീറ്റർ ഉപരിതല വേഗതയും കൈവരിക്കാൻ കഴിയും. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം INS അരിഹത്ത് വിപുലമായ പരീക്ഷണങ്ങൾക്ക് ശേഷം 2024 ഔപചാരികമായി കമ്മീഷൻ ചെയ്തു. S4 ആൻഡ് S4 സ്റ്റാർ വലിയ SSBNകൾ. S4 ആൻഡ് S4 സ്റ്റാർ എന്ന കോഡനാമത്തിൽ അറിയപ്പെടുന്ന മൂന്നാമത്തെയും നാലാമത്തെയും SSBN കമ്മീഷൻ ചെയ്യുമ്പോൾ യഥാർത്ഥ കഴിവുകൾ പുറത്തുവരും. ഉദാഹരണത്തിന് അല്പം കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് കഴിവുകളോടെ. നവീകരിച്ച S4 ആൻഡ് S4 സ്റ്റാർ ക്ലാസ് അന്തർവാഹിനികൾക്ക് 7000 ടൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. 8 ലോഞ്ചിറ്റ്യൂബുകളുള്ള അരിഹന്ത് സ്ട്രെച്ച് വകഭേദങ്ങൾ എന്നാണ് S4ഉം തുടർന്നുള്ള ബോട്ടുകളും ലേബിൾ ചെയ്തിരിക്കുന്നത്. അരിഹന്തിനെ അപേക്ഷിച്ച് ഇതിന് 24x K15 SLBM അല്ലെങ്കിൽ 8K4 SLBM വഹിക്കാൻ കഴിയും. ഫയർ പവറിൻ്റെ കാര്യത്തിൽ ഇത് ഏകദേശം ഇരട്ടിയാണ്. അരിഹന്ത് ക്ലാസ് SSBN അന്തർവാഹിനിയുടെ മൂന്നാമത്തേത് 2021 നവംബർ അവസാന വാരത്തിൽ വിശാഖപട്ടണത്ത് നിന്ന് നിശബ്ദമായി വിക്ഷേപിച്ചു. S4ൻ്റെ സോഫ്റ്റ് വിക്ഷേപണം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് UK ആസ്ഥാനമായുള്ള ജെയിൻസ് ഡിഫൻസ് വീക്കിലിയാണ്. അന്തർവാഹിനിയെ INS അരിഥമാൻ എന്നും വിളിക്കുന്നു. 2024 ഓഗസ്റ്റ് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഈ അന്തർവാഹിനി 2025 അതായത് ഈ വർഷം കമ്മീഷൻ ചെയ്യപ്പെടും. നാലാമത്തെ SSBN അല്ലെങ്കിൽ S4 സ്റ്റാർ അതും നിർമ്മിക്കുന്നുണ്ട്. S4 മോൺസ്ട്രസ് SSBN. അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികളുടെ 4 നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ അരിഹന്ത് ഫോളോ ഓൺ അല്ലെങ്കിൽ S5 ക്ലാസ് എന്നറിയപ്പെടുന്ന ഒരു പുതിയ രൂപകൽപ്പനയിലേക്ക് മാറും. 2019 ഓഗസ്റ്റിൽ വിശാഖപട്ടണത്ത് DRDOയിലെ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജീസ് ലബോറട്ടറിയിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിൻ്റെ സന്ദർശന വേളയിൽ X പ്ലാറ്റ്ഫോമിൽ എക്സ്ട്രാ SSBN പോലെ തോന്നിക്കുന്നതിൻ്റെ ആദ്യ രൂപം വെളിപ്പെടുത്തി. അന്തർവാഹിനിയുടെ സ്പെസിഫിക്കേഷൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചൈനയുടെ ടൈപ്പ് 94 സബ്വേകളെ മറികടക്കുന്ന 13,500 ടൺ ഡിസ്പ്ലേസ്മെൻറ്റ് ശേഷി ഇതിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ശക്തമായ 190 മെഗാവാട്ട് ആണവ റിയാക്ടറുകളാണ് ഇതിന് കരുത്ത് പകരുക. അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ടോർപിഡോകൾ എന്നിവ ഇതിൽ സജ്ജീകരിച്ചിരിക്കും. K5 SLBMകൾ സജ്ജീകരിക്കാവുന്ന 16 ലോഞ്ച് ട്യൂബുകൾ പോലും S5 അന്തർവാഹിനിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. CASD നിലയുറപ്പിക്കാൻ നാവികസേനയ്ക്ക് 4 SSBNകൾ ആവശ്യമാണ്. കണ്ടിന്യൂസ് അറ്റ് സീ ഡിറ്ററൻസ് എന്നത് ഉറപ്പാക്കാൻ നാവികസേനയ്ക്ക് 4 SSBNകൾ ആവശ്യമാണ്. ദീർഘദൂര മിസൈലുകളുള്ള വലിയ SSBNകൾ ഇന്ത്യയുടെ പ്രതിരോധ നിലയുറപ്പിന് കൂടുതൽ വിശ്വാസ്യത നൽകും. കാരണം ഒരു എതിരാളിയുടെ ആദ്യ ആക്രമണത്തിന് ശേഷമുള്ള ഉറപ്പായ പ്രതികാര ആക്രമണങ്ങൾക്ക് അവ ഏറ്റവും സുരക്ഷിതവും അതിജീവിക്കാവുന്നതുമായ പ്ലാറ്റ്ഫോമുകളായതിനാൽ. തുടർച്ചയായ കടൽ പ്രതിരോധം അല്ലെങ്കിൽ CASD നിലയുറപ്പിക്കുന്നതിനും വിശ്വസനീയമായ രണ്ടാമത്തെ ആക്രമണശേഷി നിലനിർത്തുന്നതിനും ഇന്ത്യൻ നാവികസേനയ്ക്ക് കുറഞ്ഞത് 4 SSBNകൾ ആവശ്യമാണ്. 1-2 SSBNകൾ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ കിഴക്കൻ പടിഞ്ഞാറൻ കടൽ തീരങ്ങളിൽ SSBNകളുടെ സ്ഥിരമായ വിന്യാസവും തടസ്സമില്ലാത്ത പ്രതിരോധ പെട്രോളിങ്ങും ഇത് ഉറപ്പാക്കും.